ഹലോ എവ്രി വൺ. ഇന്ന് മസാല ദോശ പോലെ തന്നെ പനീർ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു 1/4 ലിറ്റർ പാക്കറ്റ് കാച്ചിയപ്പോൾ അത് കേടായിപ്പോയി. അപ്പോൾ അതിനെ ഞാൻ പനീരാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു പീസ് പനീറാണല്ലോ, 1/4 ലിറ്റർ പാക്കറ്റല്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ദോശയ്ക്ക് പനീർ ദോശ ആക്കാമെന്ന്. അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് നമ്മുടെ ഫെനൽ സീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ ഒരു 1 ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതും ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ മസാല ഇതേ ആഡ് ചെയ്തിട്ടുള്ളൂ, മുളകൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, എന്നുവെച്ചാൽ പച്ചമുളക് ചേർത്തത് കാരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോയ ശേഷം ഈ പനീർ അതിനെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തു ഞാൻ. എന്നിട്ട് പൊടിച്ചെടുത്ത ശേഷം ഈ പനീർ നമ്മുടെ ഈ സവാള ആ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണല്ലോ, പാല് പിരിണു കണ്ടപ്പോൾ ഞാൻ കുറച്ച് ലൈം ജ്യൂസും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് സ്ട്രെയിൻ ചെയ്ത് വെള്ളം മാറ്റി അങ്ങനെ പനീറാക്കി എടുത്തതാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പനീരും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. ഇതിപ്പോൾ ചെറിയൊരു പീസ് പനീരല്ലേ, അപ്പോൾ ഒരു 3-4 ദോശയ്ക്ക് നമുക്കിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഫൈനലി മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമ്മുടെ അകത്തേക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എളുപ്പമായിട്ട്, അപ്പം ഇതിന് നമുക്ക് കറി വേണമെങ്കിൽ ഒരു തേങ്ങാ ചട്നി അരച്ചാലും മതി. ഇപ്പോൾ ദോശയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നപ്പോൾ അകത്തേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് ഫില്ലിംഗ് വേണമെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പനീർ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാൽ ഒരു നേരം പിരിഞ്ഞു പോയാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും സന്തോഷമാകും. മസാല ദോശ പോലെ പനീർ ദോശ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും.